ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മൊഫ അഥവാ UA അറ്റസ്റ്റേഷനെ കുറിച്ചാണ്. ഇതിനെക്കുറിച്ചുള്ള ഷോർട്സ് വീഡിയോ ഞാൻ 2 പോസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ 2-3 ഫ്രണ്ട്സ് മെസ്സേജ് അയച്ച് ചോദിച്ചു അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടാമെന്ന് ചോദിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. മൊഫയും UA അറ്റസ്റ്റേഷൻ എന്ന് പറയുന്നത് രണ്ടും 2 അറ്റസ്റ്റേഷനാണ്. അതായത് നമ്മൾ UAയിലോട്ട് ജോലിക്ക് വരുമ്പോൾ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏതാണ് സർട്ടിഫിക്കറ്റ്, ആ സർട്ടിഫിക്കറ്റിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ 2 അതായത് UA അറ്റസ്റ്റേഷനും അതുപോലെ തന്നെ മൊഫ അറ്റസ്റ്റേഷനും അവർ സ്റ്റാമ്പ് ചെയ്ത് തരും. അത് നമുക്ക് എവിടെ നിന്നാണ് ചെയ്ത് കിട്ടുന്നതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എംബസിയിൽ നിന്നാണ് നമുക്ക് ഈ 2 അറ്റസ്റ്റേഷനും ചെയ്തു തരുന്നത്. അതായത് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ്റെ മെയിൻ, അതായത് ഒറിജിനൽ സർട്ടിഫിക്കറ്റിൻ്റെ ബാക്ക് സൈഡിലായിരിക്കും നമുക്ക് ഈ UA അറ്റസ്റ്റേഷനും അതുപോലെ തന്നെ മൊഫ അറ്റസ്റ്റേഷനും ചെയ്തു തരുന്നത്. അത് നമ്മൾ നാട്ടിൽ നിന്നും നമുക്ക് ചെയ്യാൻ പറ്റും, UAയിൽ വന്നു കഴിഞ്ഞാൽ UAയിൽ നിന്നും ചെയ്യാൻ പറ്റും. അപ്പോൾ പക്ഷേ നാട്ടിൽ നിന്ന് ചെയ്തിട്ട് വരുന്നതാണ് നല്ലത്. കാരണം നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ നമ്മൾ ജോലിയൊക്കെ അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പം ഇൻ്റർവ്യൂവർ നമ്മൾ സെലക്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരാദ്യം പറയുന്ന കാര്യം മൊഫയും UA അറ്റസ്റ്റേഷനും ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് തന്നെ ഞാൻ നാട്ടിൽ നിന്ന് തന്നെ സെലക്ട് ആയിട്ടാണ് UAയിലോട്ട് വന്നത്. അപ്പോൾ ഞാൻ UAയിൽ വന്നപ്പം അതായത് സെലക്ട് ആയപ്പം തന്നെ എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂവർ പറഞ്ഞത് നമുക്ക് UA അറ്റസ്റ്റേഷനും അതുപോലെ തന്നെ മൊഫ അറ്റസ്റ്റേഷനും സർട്ടിഫിക്കറ്റിൻ്റെ ബാക്ക് സൈഡിൽ ചെയ്യണമെന്നാണ്. അപ്പോൾ ഞാൻ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നാട്ടിലോട്ട് വന്നത്. ഇനിയിപ്പം എങ്ങനെയാണ് UA അറ്റസ്റ്റേഷനും മൊഫ അറ്റസ്റ്റേഷനും നമുക്ക് ചെയ്യാൻ പറ്റുക, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ നല്ല അറിയപ്പെടുന്ന ഏതെങ്കിലും ട്രാവൽ ഏജൻസിയായി ബന്ധപ്പെടുക. അവരുടെ അടുത്ത് നമ്മുടെ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി, അവർ തന്നെ ഈ 2 അറ്റസ്റ്റേഷനും ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ UA അറ്റസ്റ്റേഷന് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 6000 രൂപ അടുപ്പിച്ച് വരും. മൊഫ അറ്റസ്റ്റേഷനും ഏകദേശം 6 to 7 ഏകദേശം ആ റേഞ്ച് വരും. ഏകദേശം ഒരു 15000 രൂപയ്ക്കുള്ളിൽ നമുക്ക് മൊഫ അറ്റസ്റ്റേഷനും UA അറ്റസ്റ്റേഷനും ചെയ്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ മൊഫയും UA അറ്റസ്റ്റേഷനും ചെയ്തത് ഇടുക്കിയിലുള്ള ഒരു ട്രാവൽ ഏജൻസിയിൽ നിന്നാണ്. ഇടുക്കിയിൽ നിന്ന് ആരെങ്കിലും UAയും മൊഫ അറ്റസ്റ്റേഷനൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ട്രാവൽ ഏജൻസിക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ബിക്കോസ് നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം അതുമല്ല, ഏകദേശം ഈ മൊഫയും UA അറ്റസ്റ്റേഷനൊക്കെ ചെയ്ത് വരാനായിട്ട് ഏകദേശം ഒരു 20 ദിവസം ടൈം എടുക്കും. 20 to 25 ദിവസത്തിന് ആ ഒരു സെഗ്മെൻറ്റിലായിരിക്കും നമുക്ക് ആ സർട്ടിഫിക്കറ്റ് തിരിച്ചു കിട്ടുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഫേക്ക് ആയിട്ടുള്ള ട്രാവൽ ഏജൻസിക്കൊന്നും കൊണ്ട് വെറുതെ ക്യാഷും കൊടുത്ത് സർട്ടിഫിക്കറ്റും കളയരുത്. അതുകൊണ്ട് തന്നെ മസ്റ്റായിട്ടും നല്ല ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഏതെങ്കിലും നല്ല ട്രാവൽ ഏജൻസിക്ക് ഇത് കൊണ്ട് കൊടുത്തിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റും ക്യാഷും കൊടുത്ത് മൊഫയും UA അറ്റസ്റ്റേഷനും ചെയ്യുക. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മെഡിക്കലും അതുപോലെ തന്നെ UAയിലോട്ട് എങ്ങനെയാണ് ടിക്കറ്റ് എടുക്കുന്നത്, അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അടുത്ത വീഡിയോ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് കൂട്ടുള്ള എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ അറിയിക്കുക. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് എന്നെക്കൊണ്ട് പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇനിയും ഇതുപോലുള്ള പുതിയ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.